അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കേട്ടോ. ബാക്കി വന്ന ചോറ് കൊണ്ടൊരു പൊറോട്ട ട്രൈ ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു. നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. ശരിക്കും നമുക്കൊരു പൊറോട്ട എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചപ്പാത്തിയല്ല, എന്നാൽ പൊറോട്ടയുടെ ടേസ്റ്റുമാണ്. അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്, റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിക്ക് ഒരു കോഴിമുട്ടയും പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അതുപോലെ നമ്മൾ സാധാ പൊറോട്ടയ്ക്ക് നമ്മൾ ധാരാളം എണ്ണ ഉപയോഗിക്കും. ഇതിന് എണ്ണ അത്ര ഉപയോഗിക്കണ്ട എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ അതിന്. അങ്ങനെ നമ്മൾ ചോറെടുത്ത അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്നത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരിവല്ല, അതിനേക്കാൾ ഒന്നും കൂടെ ലൂസായ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് നമ്മുടെ ബൗളിലിട്ടിട്ട് നന്നായി സെറ്റാക്കി എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ബോളായിട്ട് ഞാനത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലൊരു ബോളെടുത്തിട്ട് നന്നായി കനലാതെ പരത്തുക. അതിൽ ലേശം മൈദപ്പൊടി തൂവിയിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ഓരോ പീസസും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എല്ലാ ബോൾസും അതുപോലെ ആക്കിയതിന് ശേഷം അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പരത്തിയിട്ട് ചുടാൻ തുടങ്ങാം കേട്ടോ. അങ്ങനെ ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ പരത്തി അതിന് ശേഷം ചട്ടിയിൽ ലേശം എണ്ണ തൂവിയിട്ട് നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലായിട്ട് എണ്ണയൊന്നും ഇതിക്ക് ആവശ്യമില്ല. ഇത് നമ്മുടെ ചപ്പാത്തിയൊക്കെ പൊള്ള വെച്ച് വരുന്ന പോലെ ഇങ്ങനെ ബോൾസായിട്ട് പൊന്തി വരും കേട്ടോ. ഈ ചുട്ടെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ പൊറോട്ടയൊക്കെ അടിച്ചു കൊടുക്കുമല്ലോ, അതുപോലെ അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്താൽ ഒന്ന് ലെയറായിട്ട് കിട്ടും. അടിച്ചു കൊടുത്തില്ലെങ്കിലും നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഇത് നമ്മൾ നാളേക്ക് വേണ്ടി എടുത്ത് വെച്ചാലും ബലമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.